guys, welcome back to YouTube channel. This is Anuja, ഹൃദയപൂർവ്വ അനുജ. അപ്പൊ ഇന്നൊരു യാത്ര ട്രാവൽ വ്ലോഗ് ആണ്. ഞാനല്ല, എൻ്റെ മമ്മിയും എൻ്റെ അനിയത്തിയും കൂടെ മൂന്നാർ പോയ രസകരമായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞിക്കാര്യം. അപ്പോൾ രാവിലെ 2:30 തന്നെ അവർക്ക് പോകേണ്ടി വന്നു. രാവിലെ 2:30 ജംഗ്ഷനിൽ വണ്ടി വന്നു. മമ്മിയും അനിയത്തിയും മമ്മിയുടെ ജോലി സ്ഥലത്തുള്ള കുറച്ച് പേരും ഒക്കെ കൂടെ ഉള്ളൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ ആ ട്രിപ്പിനെ കുറിച്ച് കൂടുതൽ എങ്ങനെ ഉണ്ടായിരുന്നു നാമി? ആ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നോ? ചീത്തായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? അടിപൊളി. നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. എങ്ങനെയാണ് മൂന്നാർ എന്ന് പറഞ്ഞാൽ? എങ്ങനെയാണ്? നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. പിന്നെ കാണാൻ നല്ല പച്ചപ്പ്, നല്ല വാട്ടർഫാൾസ്, നല്ല രസം. ഭക്ഷണോ? അവിടുത്തെ ഭക്ഷണം കൊള്ളത്തില്ല. എന്തുവാ കഴിച്ചത്? നമ്മുടെ ഇവിടുത്തെ ഫുഡാണ് നല്ലത്. അവിടുത്തെ ഫുഡ് എന്തുവായിരുന്നു? അവിടുത്തെ ഫുഡ് രാവിലെ ദോശയും സാമ്പാറും ആയിരുന്നു നമ്മൾ കഴിച്ചത്. നല്ല ദോശയായിരുന്നോ? ഇല്ല, നമ്മുടെ ഇവിടുത്തെ അത്രയും നല്ല ടേസ്റ്റ് ഇല്ല. പിന്നെ അത്ര രസം ഫുഡ് അത്ര രസം തോന്നിയില്ല. അല്ല, എന്നിട്ട് രാവിലെ 2:30 പോയപ്പോഴത്തേക്ക് ഉറങ്ങിയതൊക്കെ എപ്പോഴാ? ഉറങ്ങിയത് നമ്മള് രാവിലെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങള്. വണ്ടി കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് പാട്ടൊക്കെ ഇട്ടു. മമ്മിയുടെ ഫസ്റ്റ് ട്രിപ്പാണ്. മമ്മി ഇതിനു മുന്നേ കുറച്ച് ഞാൻ കുഞ്ഞിരുന്നപ്പോൾ എൻ്റെ തലമുട്ട എടുക്കാൻ വേണ്ടി പഴനി പോയിട്ടുണ്ട്. പിന്നെ അനാമിക്ക് 5 വയസ്സുള്ളപ്പോൾ അനാമിയുടെ തലമുട്ട എടുക്കാൻ വേണ്ടി പഴനി പോയി. അങ്ങനെ രാമേശ്വരം, അങ്ങനെ കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോയിട്ടുള്ളൂ. പിന്നെ അന്നെന്തോ കൊടൈക്കനാലും കൂടെ പോയിട്ടുണ്ട്. അല്ലാണ്ട് മമ്മി ടൂർ പോയിട്ടില്ല. ഞാൻ എൻ്റെ സ്കൂളിൽ നിന്ന് ഇഷ്ടംപോലെ ടൂർ പോയിട്ടുണ്ട്. അനാമിയുടെ സ്കൂളിൽ നിന്നും 10ാം ക്ലാസ്സിൽ പോയി. അപ്പോൾ കുറേ അധികം സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ മമ്മി മാത്രം അങ്ങനെ ടൂറൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് മമ്മിയുടെ ഫസ്റ്റ് ട്രിപ്പ് മമ്മി ഇങ്ങനെ അടിച്ചു പൊളിക്കണമെന്ന ടെൻഡൻസിയിൽ അവിടെ കിടന്ന് തുള്ളി അർമാദിക്കുകയാണ്. ഇതെവിടെ എത്തി? നേരം വെളുത്തല്ലോ. നേരം വെളുത്തപ്പോൾ എവിടെ എത്തി? ഇത് സൂര്യനല്ലേ ആ കാണുന്ന? അത് സൂര്യനാണോ? ഇത് നല്ല പച്ചപ്പുള്ള കുന്നുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മൂന്നാർ എത്തിയെന്നാണ്. മൂന്നാർ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഇടുക്കി ജില്ലയുടെ ബോർഡർ അല്ലേ? ഇടുക്കിയും തമിഴ്നാടും കൂടെയുള്ള ബോർഡർ. അപ്പോൾ അവിടെ ഭൂരിഭാഗം ആൾക്കാരും തമിഴ് സംസാരിക്കുന്നുണ്ട്. തമിഴ് കൾച്ചർ മിക്സാണ്. പിന്നെ അവിടെ പ്രധാനമായിട്ടും തേയിലത്തോട്ടങ്ങളാണ് കൂടുതൽ. മൂന്നാർ പോയിട്ട് വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും എല്ലാവരും വാങ്ങേണ്ടത് തേയിലയാണ്. പക്ഷെ ഇവർ തേയില വാങ്ങിച്ചില്ല. ഇവർ വേറെ അവിടെ പോയി വായുമ്പൊളിച്ച് നിന്നിട്ട് വന്നെന്നാണ് തോന്നുന്നത്. അവിടുത്തെ തേയിലയൊക്കെ എടുത്ത് ചായ വെക്കുമ്പോൾ കിട്ടുന്ന രുചി. എന്നാലും വാങ്ങണ്ടേ? ഇപ്പം ഏകദേശം ഒരു 7 മണിയൊക്കെ ആയത്. ആ പുറകിൽ കാണുന്നത് സഹ്യപർവ്വതം അല്ലേ? സഹ്യപർവ്വതം നമ്മൾ പണ്ട് നമ്മുടെ സ്കൂൾ ടൈമിൽ പഠിക്കുമ്പോൾ നമ്മളുടെ കേരളത്തിൻ്റെ അങ്ങ് കിഴക്ക് സഹ്യാദ്രികൾ എന്ന് പറയുന്ന സാധനമാണ്. അമ്മ വീണ്ടും ബസ്സിൽ കിടന്ന് തുള്ളൽ തുടങ്ങിയിട്ടുണ്ട്. ബസ്സിൽ കയറുക തുള്ളുക, ബസ്സിൽ കയറുക തുള്ളുക, ബസ്സിൽ കയറുക തുള്ളുക. പിന്നെ മമ്മിക്ക് പ്രധാനമായിട്ടൊരു പ്രശ്നം സംഭവിച്ചു. നമ്മൾ പറയുന്നില്ല. അത് പറയണോ മമ്മി? മമ്മി പറയണോ? ടൂറ് പോയിട്ട് മമ്മി അത് പറയണ്ട. അങ്ങനെ വീണ്ടും തേയിലത്തോട്ടങ്ങളൊക്കെ തുടങ്ങി. പിന്നെ അനാമി കാഴ്ചകൾ സൈഡിൽ നിന്ന് കഴിച്ചത്. ഇതേ സ്ഥലമാണ്? ഇത് മൂന്നാറുള്ളൊരു സ്ഥലം. മലയിലോട്ട് കയറി പോകുന്നു. അപ്പം മൂന്നാറിലെ മലകൾ കയറി പോവുകയാണ്. കടകളൊന്നും തുറന്നിട്ടില്ലായിരുന്നു. അവിടെ കൂടുതലും തമിഴ് സംസാരിക്കുന്ന ആൾക്കാരുടെ കടകളാണ്. പിന്നെന്താ, വീണ്ടും തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ വണ്ടി ഇങ്ങനെ മന്ദം പോവുകയാണ്. അതിൽ വണ്ടിയിൽ അടിച്ചുപൊളി പാട്ടുകൾ ഇട്ടിട്ടുണ്ട്. സൂര്യൻ്റെ നല്ല പ്രകാശ കിരണങ്ങൾ ഇങ്ങനെ അടിച്ചിട്ട് അനാമിനെ കിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൂര്യരശ്മികൾ ഇങ്ങനെ കിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനാമി ആ സൂര്യരശ്മികളുടെ പതനത്തിൽ, ആ ഭംഗിയിൽ, ആ പച്ചപ്പ്, ആ പർവ്വതനിരകൾ, ആ വനങ്ങൾ, ആ കുന്നുകൾ, ആ മലകൾ, ആ താഴ്വാരങ്ങൾ കണ്ടുകൊണ്ട് ആ വണ്ടി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. തേരിലേറി മമ്മി കാഴ്ചകളൊന്നും കാണാതെ വണ്ടി കിടന്ന് തന്നെ തുള്ളുമായിരുന്നു മമ്മി. പക്ഷെ ഏറ്റവും അടിപൊളി എന്ന് വെച്ചാൽ ആ പച്ചപ്പ് തന്നെയാണ് കേട്ടോ. നമ്മൾ പണ്ട് മുതലേ നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ആ പച്ചപ്പ്, നമ്മുടെ കേരളത്തിൻ്റെ കിഴക്കുള്ള പച്ചപ്പ്. ആ പച്ചപ്പിനൊരു പ്രത്യേകതരം ഭംഗിയാണ്. മമ്മിയുടെ തിരുവാതിരകളെയോ ഒപ്പനയോ മാർഗംകളിയോ ഏതാണ്ടൊക്കെ കൂടെ മിക്സാക്കിയിട്ടുള്ള ഒരു പ്രത്യേകതരം നൃത്തങ്ങൾ അവതരിപ്പിക്കുകയാണ്.
മമ്മിയുടെ കൂടെ എന്തോ പഞ്ചഗുസ്തിക്ക് വേണ്ടിയിട്ട് ആരോ പരിശ്രമിക്കുന്നുണ്ട്. അതാരായിരുന്നു എന്ന് എനിക്കറിയാൻ മേല. പഞ്ചഗുസ്തി അവിടെ നടക്കുന്നു. അതിൻ്റെ ഇടയിൽ മമ്മി നിൽക്കും. മമ്മി ഇരിക്കുന്നില്ല, അതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്ത് പറ്റി മമ്മിക്ക് എന്തുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല? മമ്മി നിന്ന് തന്നെ യാത്രയെ ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അനാമി ചിപ്സ് കഴിക്കുകയാണ്. അനാമിക്ക് വിശക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അനാമി ഇടയ്ക്ക് മെസ്സേജ് ഇട്ടു. അപ്പോൾ അനാമി ഇവിടുന്ന് ചിപ്സൊക്കെ എടുത്ത് മന്ദം കഴിച്ച് വീഡിയോ എടുത്ത് കാഴ്ചകൾ കണ്ട് നടക്കുകയാണ്. വീണ്ടും ഒരു കൊടൂര നിബിഡ വനത്തിൻ്റെ നടുവിലൂടെ വണ്ടി പോകുന്നു. വീണ്ടും തേയിലത്തോട്ടം. ഇത്രയും തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെ പോയിട്ടും ഇവർ ഒരു തേയില വാങ്ങിച്ചില്ല. കുറച്ച് തേയില വാങ്ങിച്ച് എനിക്ക് തരണമെന്നുള്ള മിനിമം മര്യാദ ഇവർ കാണിച്ചില്ല. പകരം ഇവർ വണ്ടി കിടന്ന് ഡാൻസ് കളിച്ചു. ഇവർ വെറുതെ തേയിലത്തോട്ടം കണ്ടു, തേയിലത്തോട്ടത്തിൻ്റെ അവിടെ ഇറങ്ങി, എന്നിട്ട് തേയില വാങ്ങാതെ പോന്നു. ഇങ്ങനെ തട്ട് പോലെ ഉള്ള കൃഷി രീതിയാണ് ഈ തേയിലയുടേത്. തേയില കൃഷിക്ക് ഏകദേശം വേണ്ടത് 100 ഡിഗ്രി സെൽഷ്യസ് മുതൽ 150 ഡിഗ്രി സെൽഷ്യസ് ചൂടും മിതമായ മഴയും ഉള്ള കാലാവസ്ഥയാണ് തേയിലത്തോട്ടത്തിന് വേണമെന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അപ്പം ആ മിതമായ കാലാവസ്ഥയിൽ തേയില കൃഷി റിപ്പിൾ ടീയുടെ ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നല്ല കിളുന്ത് തേയിലകൾ കിളിർത്തു നിൽക്കുന്നു. അതിനിടെ മമ്മിയും അനാമയും കൂടെ പറ്റിഷോ എടുത്ത് ഫോട്ടോ എടുക്കുകയാണ്. അവർ കുറേയധികം ഫോട്ടോസും വീഡിയോസും സെൽഫീസും എടുക്കുകയാണ് സുഹൃത്തുക്കളെ. മമ്മി അവിടെ കിണിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ തേയിലത്തൊഴിലാളികൾ അതിൻ്റെ ഇടയിൽ കൂടെ മന്ദം നടന്നു പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ മമ്മി അയ്യോ കഷ്ടം എന്നും പറഞ്ഞ് നോക്കുന്ന കൈ കാടിക്കും കഴിയുമ്പോഴേക്കും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെന്തിനാണ് അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ അവിടെ പോയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ മമ്മി അയ്യോ കഷ്ടം എന്നും പറഞ്ഞ് നോക്കുന്ന കൈ കാടിക്കും കഴിയുമ്പോഴേക്കും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെന്തിനാണ് അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ അവിടെ പോയിട്ട് ഇട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഇടയിൽ ഒരു ഉണങ്ങിയ കുതിര, ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ വലഞ്ഞു നടക്കുന്ന ഒരു പാവം കുതിര പയ്യെ നടന്ന് പോകുന്നു. അതിൻ്റെ മനോഹരമായ വാൽ അതിങ്ങനെ ആട്ടുന്നുണ്ട്. അതിനാരെങ്കിലും കുറച്ച് വെള്ളം വേണം എന്നൊരു കൊടുക്കുമെന്ന വ്യാമോഹത്തിൽ അത് നടക്കുകയാണ്. വീണ്ടും വണ്ടിയിൽ കയറി അനാമി വീണ്ടും സെൽഫി എടുക്കാൻ തുടങ്ങി. മമ്മിയുടെ അതിപുരാതനമായ നൃത്തശൈലികൾ ആവിഷ്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ നൃത്തത്തിന് ഇന്നേ വരെ പേരിട്ടിട്ടില്ല. ഞാൻ LP സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ മമ്മിക്ക് ഒരൊറ്റ മുദ്രയും ഒരൊറ്റ സ്റ്റെപ്പും ഇട്ടുള്ളൊരു പ്രത്യേകതരം നൃത്ത രീതിയുണ്ട്. ആ നൃത്ത രീതിയാണ് മമ്മി ടൂർ പോയപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്റ്റെപ്പ് തന്നെ 1, 2, 3, 4 ക്ലാസ്സുകളിൽ ഞാൻ യൂത്ത് ഫെസ്റ്റിവലിന് കളിച്ചിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതെന്ത് തരം നൃത്തമാണെന്ന് എനിക്ക് ഇന്നും ചോദിച്ചിട്ടും അറിയില്ല. അതിൻ്റെ ഇടയിൽ അനാമിക്ക് ഉറക്കം വന്നു. അനാമി കണ്ണൊക്കെ കഴിച്ച് ഉറങ്ങാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഉറങ്ങാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയിൽ അനാമി ചാഞ്ഞ് കിടന്ന് കാറ്റൊക്കെ ഇങ്ങനെ മൂക്കിലും മുഖത്തും ഉടുപ്പിലും ഒക്കെ പറ്റിച്ച് സുഖിച്ചടിരിപ്പുണ്ട്. അതിൻ്റെ ഇടയിൽ മമ്മി ഉറങ്ങാൻ പോകുന്നു. പക്ഷെ മമ്മി ക്യാമറ കാണുമ്പോൾ വീണ്ടും തുള്ളാൻ തുടങ്ങി. മമ്മിയുടെ മറ്റേ കൊന്തമ്പല് വെച്ച് ചിരിക്കാൻ തുടങ്ങി. വീണ്ടും പർവ്വതങ്ങൾ, മലനിരകൾ, പച്ചപ്പ്, നിബിഡവനം. ഇത് മാത്രമുള്ള നാട്ടിൽ കുറേ ആയല്ലേ, കുറേ നേരമായിട്ട് പർവ്വതം, മല, കുന്ന്, താഴ്വാരം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പോകുമ്പം എന്തോ ജാതി മരോ അങ്ങനെ എന്തോ മരമൊക്കെ ഉണ്ട്. അവിടെ ഏലക്കായൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കുറേ ഏലക്ക, തേയില, കാപ്പി, ക്യാരറ്റ് അങ്ങനെയുള്ള കുറേയധികം കൃഷി രീതികളാണ്. മലമ്പ്രദേശം എന്നാണ് പറയപ്പെടുന്നത്. കേരളത്തിൻ്റെ 48% മലമ്പ്രദേശമാണ്. കേരളത്തിൽ 3ആയി തിരിച്ചിട്ടുണ്ട്: മലനാട്, ഇടനാട്, തീരപ്രദേശം. ഞങ്ങൾ തീരപ്രദേശക്കാരാണ്, ചേർത്തലക്കാർ. ആ തീരപ്രദേശക്കാർ മലനാട് കാണാൻ പോയതിൻ്റെ യാത്രാ വിവരണമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഏതോ ഒരു ഡാമിലോട്ടാണ് ഇവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഏതോ ഒരു ഡാമിലോട്ട് പോവുകയാണെന്ന് തോന്നുന്നു. ഡാമല്ല, വീണ്ടും കൃഷി, പച്ചപ്പ്. സൂര്യൻ ഏകദേശം ഒരു 10 മണിയായെന്ന് തോന്നുന്നു. സൂര്യൻ ഇത്തിരി കഠിനമായിട്ട് പ്രകാശകിരണങ്ങൾ പതിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മമ്മി ക്ഷീണിതയായി, മമ്മി ടയേർഡായി, ഭക്ഷണം കഴിച്ചില്ല എന്ന് തോന്നുന്നു. പക്ഷേ മമ്മി ക്ഷീണത്തെ വകവയ്ക്കാതെ മമ്മി വീണ്ടും മമ്മിയുടെ നൃത്തവും ഗാനവും ബഹളം ഉള്ള എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ചവിട്ട് നാടകം അവതരിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ്. എന്താണ് ഞാൻ ഈ മരങ്ങളുടെ പേരെന്താണ്? പറവേ തേക്കാണോ? അതിൻ്റെ ഇടയിൽ മമ്മിയുടെ അനാമീൻ്റെ കൂടെ യൂക്കാലിപ്സ് മരത്തിൻ്റെ നടുവിലൂടെ വണ്ടി പോകുമ്പോൾ മമ്മി അനാമയും കൂടെ
മമ്മിയും അനാമിയും ആ പെണ്ണുങ്ങളെല്ലാവരും കൂടെ തുള്ളൽ തുടങ്ങിയിട്ടുണ്ട്. ഒരു പ്രത്യേകതരം സ്റ്റെപ്പാണ്. ഏതോ ഒരു പ്രത്യേകതരം പാട്ടിൻ്റെ ഒരു പ്രത്യേകതരം രീതിയിലുള്ള നൃത്താവിഷ്കാരങ്ങളാണ് ഈ മലനാട്ടിൽ അവർ ചെന്ന് കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ അനുമാനിക്കുന്നു. ഇതുവരെ ഒരു സ്ഥലത്ത് എത്തിയതായിട്ട് ഞാൻ കാണുന്നില്ല. വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. യൂക്കാലിപ്സ് തോട്ടത്തിൻ്റെ നടുവിലൂടെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴെത്തും? മൂന്നാറിൽ അവർ എപ്പോഴെത്തും? എത്തിയിട്ടില്ല. യൂക്കാലിപ്സ് തോട്ടങ്ങൾ. ഹായ്, മനോഹരമായ പച്ചപ്പ് വീണ്ടും വന്നിരിക്കുന്നു. എന്താണ് കുണ്ടള ഡാം? ഞാൻ പറഞ്ഞില്ലേ, കുണ്ടള ഡാമിലേക്കായിരുന്നു അവർ പോയിക്കൊണ്ടിരുന്നത്. ദൃശ്യങ്ങൾ കണ്ടിട്ട് ഏതോ ഡാമിലേക്ക് പോവുകയാണെന്ന് തോന്നിയത് കുണ്ടള ഡാം. കുണ്ടള ഡാമിന് 0.5 കിലോമീറ്റർ കൂടെ ഉള്ളൂ. കുണ്ടള ഡാമിന്റെ പ്രത്യേകത എന്താണ്? പോയവർ പറയൂ. നിങ്ങൾ പറ. ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കുന്ന സ്ഥലം കണ്ടു. പൂക്കൾ പറിക്കരുതെന്നൊരു ബോർഡ് അവിടെ ഉണ്ട്. പിന്നെ ഡാം കാണാൻ പോവുകയാണ്. അതെന്താണ്? അങ്ങനെ ജലം കൊണ്ട്, ജലത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു മനസ്സിലാക്കാൻ മമ്മിയും അനാമിയും മന്ദം നടന്നു പോകുകയാണ്. അതിൻ്റെ ഇടയിൽ വീണ്ടും അനാമി അവിടെ പോയിട്ട് ഒളിഞ്ഞു നോക്കി, ആ ശബ്ദങ്ങളൊക്കെ നോക്കി, വീഡിയോസൊക്കെ. ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെയല്ലല്ലോ. ഇതിൻ്റെ വെള്ളം, അതിൻ്റെ ബാക്കി വെള്ളം ഇങ്ങോട്ട് വരുന്നതല്ലേ. അവിടെ പോയിട്ട് ഇതെന്താ ചോദിക്കാൻ? ഇതൊന്നും ചോദിക്കാതെ പറയാതെ കാര്യങ്ങൾ തിരക്കാതെയാണോ ഒരു യാത്ര പോണ? കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിച്ച് യാത്രയും കഴിഞ്ഞ് വന്നിട്ട് എന്തൊക്കെ കണ്ടെന്ന് ചോദിക്കുമ്പോൾ അതവിടെ അതൊന്ന് കണ്ടു പക്ഷെ പേരറിയാൻ മേല, ഇവിടെ ഇതൊന്ന് കണ്ടു പക്ഷെ പേരറിയാൻ മേല, ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ലല്ലോ. ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് അത് എന്താണ്, എങ്ങനെയാണ്, എവിടെയാണ്, അവിടെ എന്തൊക്കെയുണ്ട് എന്നൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അല്ല, കണ്ട് പഠിച്ച് വരേണ്ടത്. അപ്പോഴേ അത് യാത്രയാവത്തുള്ളൂ. അതിൻ്റെ ഇടയിലൊരു മഞ്ഞപ്പൂക്കൾ. അതെന്ത് പൂക്കളാ? മഞ്ഞപ്പൂക്കൾ. ഇത് നല്ല മനോഹരമായൊരു സ്ഥലമല്ല. നമ്മൾ മൂന്നാർ എന്ന് പറഞ്ഞ് തപ്പി നോക്കുമ്പോൾ ഗൂഗിളിലൊക്കെ കാണുന്ന സ്ഥലം ഈ സ്ഥലമാണ്. തേയിലത്തോട്ടത്തിന് നടുവിലൂടെയുള്ള റോഡ്, സഹ്യാദ്രിക്ക് നടുവിലൂടെയുള്ള റോഡ്. പിന്നെ വീണ്ടും അവരേതൊരു വ്യൂ പോയിന്റിലൊക്കെ എത്തി. ആ വ്യൂ പോയിന്റിൽ കൂടെ ഒക്കെ നോക്കി അവിടെ കളിച്ച് തിരിച്ച് നടക്കുന്നു. വീണ്ടും ഒരു കുതിര. ഈ കുതിരയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കുതിരയിൽ കയറണമെന്ന് അനാമി വേറെ. അപ്പം അമ്മ പറഞ്ഞു ആ കുതിര കയറണ്ട, കുതിര കയറി ആ കുതിര വല്ലയിടത്തും പോയി ഏതാണ് എന്തോ കൊക്കയെന്നെടുത്ത് ചാടും, അതുകൊണ്ട് നമുക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അനാമിനെ കുതിര കയറ്റിയില്ല. ഇതേതോ നദിയാണ്. ആ നദിയുടെ പേരെന്താ? മൂന്നാർ. 3 ആറെന്ന് വെച്ചാൽ 3 ആറുകൾ. അതേതാറുകളാ? 3 ആറുകൾ. 3 ആറുകൾ, 3 നദികൾ സംഗമിക്കുന്ന സ്ഥലമാണ് മൂന്നാർ. അതേതാ 3 നദികൾ? കുണ്ടള, നല്ല തണ്ണി, അല്ല കുണ്ടളയല്ല, നല്ല തണ്ണി, അങ്ങനെ ഏതോ 3 ആറുകൾ സംഗമിക്കുന്ന സ്ഥലമാണ് മൂന്നാർ. അപ്പോൾ വീണ്ടും മഴയൊക്കെ പെയ്തു തുടങ്ങി. ചൂട് മാറി കുറച്ച് ചാറ്റൽ മഴയും കുറച്ച് നല്ല മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ചോദിച്ചു ഇവിടെ മഴയുണ്ടായിരുന്നു ചോദിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവരൊരു വെള്ളച്ചാട്ടത്തിലെത്തി. ഏതായിരുന്നു? ചീയാറ് അല്ലേ? ചീയാറ് വെള്ളച്ചാട്ടം അല്ലേ? അങ്ങനെ തന്നെയല്ലേ പേര്? ചീയാർ വെള്ളം. ഇങ്ങോട്ട് തിരിച്ചു വരുന്ന വഴി വണ്ടി അടിമാലി ചീയമ്പാറ വെള്ളച്ചാട്ടം, അങ്ങനെ എന്തോ 7 തട്ടിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടമാണ്. ഭയങ്കര ഇപ്പോൾ അവിടെ ഒരു സാധാരണ രീതിയിലുള്ള വെള്ളമുള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് അനാമി ഡാൻസൊക്കെ കളിച്ചു. പക്ഷേ അവിടെ മഴ വരുമ്പോൾ റോട്ടിലോട്ട് അതിശക്തമായിട്ടൊക്കെ വെള്ളം വീഴും. അപ്പത്തി കളിച്ച് കഴിഞ്ഞപ്പോൾ ഉടുപ്പൊക്കെ നനഞ്ഞു. അങ്ങനെ കോട്ടൊക്കെ മാറ്റി രാത്രിയായി. പക്ഷേ അതിൻ്റെ കുറച്ചുകൂടെ വീഡിയോ കണ്ടോ. 7 തട്ടുകളുണ്ട്. 1 2 3 4 5 6 7 തട്ടായിട്ടാണ്. ഇത് ഏതാ സ്ഥലം? ഇത് നമ്മൾ ഇറങ്ങാൻ അങ്ങനെ മനോഹരമായൊരു യാത്ര കഴിഞ്ഞു.